ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രശസ്തമായ ഒരു ഭാഗമാണ് ഭഗവാന്റെ വേണുഗാനം. ആ വേണുഗാനത്തിനെ യുഗളഗീതമായിക്കൊണ്ട് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. രാസലീല, രാസപഞ്ചാധ്യായി 5 അധ്യായങ്ങളിലായി വളരെ വിസ്തരിച്ച് വർണ്ണിച്ചു. പിന്നീടാണ് സുദർശനൻ്റെ ചരിത്രമൊക്കെ വർണ്ണിച്ചത്. ശംഖചൂഡൻ്റെ ചരിത്രമൊക്കെ വർണ്ണിച്ചു. പിന്നീട് ഭാഗവതത്തിൽ യുഗളഗീതത്തിനെ വർണ്ണിക്കുന്നു. യുഗളഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ വേണുഗാനത്തിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഒരു ഗോപി ഭഗവാന്റെ വേണുഗാനത്തിനെ വർണ്ണിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ തുടക്കമായി ആ വേണുഗാനത്തിനെ മറ്റൊരു ഗോപസ്ത്രീ കൂടി പറയുന്നു. ഇതിനാണ് യുഗളഗീതം എന്ന് പറയുക. ഭാഗവതത്തിലെ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാഗവതത്തിൽ ദേവന്മാർ ഭഗവാനെ ശൃംഖലാബന്ധ ശ്ലോകങ്ങളെ കൊണ്ടാണ് സ്തുതിക്കുന്നത്. ശൃംഖലാബന്ധ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തെ അക്ഷരം, ആ അക്ഷരം 2ാമത്തെ ശ്ലോകത്തിലെ ആദ്യ അക്ഷരമായിട്ട് തുടങ്ങുന്നു. അതിനാണ് ശൃംഖലാബന്ധ ശ്ലോകം എന്ന് പറയുക. ഇപ്പം ഇതേപോലെ ഒരു ഗോപസ്ത്രീ ഭഗവാന്റെ അതിമനോഹരമായ വേണുഗാനത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയായി മറ്റൊരു രീതിയിൽ ആ വേണുഗാനത്തിനെ ആ ഗോപസ്ത്രീ അവതരിപ്പിക്കുന്നു. ഭാഗവതത്തിൽ വേണുഗാനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഭാഗവതത്തിലെ പല സ്ഥലങ്ങളിലും ഭഗവാന്റെ വേണുഗാനത്തിനെ വർണ്ണിക്കുന്നുണ്ട്. എന്തിന്? ശ്രീശുക ബ്രഹ്മർഷി തന്നെ ഭഗവാന്റെ ഈ വേണുഗാനത്തിനെ കേട്ടിട്ടാണ് ഭാഗവതം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് എന്നൊക്കെ ഭക്തന്മാർ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. നിർവികൽപ സമാധിയിൽ രൂപമില്ലാത്ത ഭഗവാനെ ഉപാസിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി, ആ ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ വേണുഗാനത്തിനെ വർണ്ണിക്കുന്ന ഭാഗവതത്തിലെ ബരിഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോ അധരസുധയ പൂരയൻ ഗോപവൃന്ദയ്യ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ് ഗീതകീർത്തി. ഇങ്ങനെ രൂപത്തോടുകൂടി ഭഗവാൻ അതിമനോഹരമായി വേണുഗാനം ചെയ്യുന്ന ഈ ശ്ലോകം, ഭാഗവതത്തിലുള്ള ഈ ശ്ലോകം, അത് വേദവ്യാസ മഹർഷിയുടെ ശിഷ്യന്മാർ ചൊല്ലുന്നത് കേട്ടപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷിക്ക് ഭാഗവതം പഠിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടായത്. അപ്പം ഇങ്ങനെ പല ശ്ലോകങ്ങളെ പറ്റിയിട്ടും ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഹോബകീയം സ്തന കാളകൂടം ജിഖാംസയാപായേതപ്യസാദ്ധി ലേഭേ ഗതിം ധാതൃജിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമാം. ഭഗവാന്റെ അതിമനോഹരമായ ഓരോ രൂപത്തിനെ വർണ്ണിക്കുന്ന ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ നിർവികൽപ സമാധിയിലിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിക്ക് പോലും ആ ഭാഗവതം പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെയുള്ള ഭഗവാന്റെ വേണുഗാനത്തിനെ ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് 2 സമയങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഒന്ന് ദശമസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ. ആ അധ്യായം നന്നായി പഠിച്ചതിന് ശേഷം വേണം യുഗളഗീതത്തിലെ വേണുഗാനത്തിനെ നമ്മൾ പഠിക്കാൻ. അവിടെ എങ്ങനെയാണോ വേണുഗാനത്തിനെ പറഞ്ഞത് അതേപോലെ തന്നെ യുഗളഗീതത്തിലും ഈ വേണുഗാനത്തിനെ ഗോപസ്ത്രീകൾ അത് അവതരിപ്പിക്കുന്നു. ഭഗവാൻ വേണുഗാനം ചെയ്യുന്ന ആ രൂപത്തിനെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് പൂജാമുറിയിൽ പോയി കാണേണ്ടത് എന്ന് നാരായണ കവച മന്ത്രത്തിലടക്കം വർണ്ണിക്കുന്നു. മാം കേശവോ ഗദയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവമാത്ത വേണു. വേണുവിനെ കയ്യിലേക്ക് എടുത്ത് നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. തൃക്കാല് രണ്ടും പിണച്ച തിരുമുഖകമലം
ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമഥ പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടിക്കരിമുകിൽ വടിവും പൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. അതിമനോഹരമായ ഭഗവാന്റെ ആ രൂപത്തിനെയാണ് എല്ലാ ദിവസവും രാവിലെ വേണുഗാനം ചെയ്യുന്ന ആ ഭഗവാന്റെ രൂപത്തിനെ കാണാനായിട്ട് സാധിക്കണം. എന്തിന്? 100 ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് നാരായണീയമാകുന്ന നവനീതം ആ പുതുവെണ്ണയെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ നാരായണ ഭട്ടതിരിപ്പാടിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ വേണുഗാനം ചെയ്യുന്ന സ്വരൂപത്തിനെയാണ് ആ ശ്രീകോവിലിൽ കാണാനായിട്ട് സാധിച്ചത്. അത്രയും സൗന്ദര്യമാണ് വേണുഗാനം ചെയ്യുന്ന സാക്ഷാൽ ഭഗവാന്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോലോകത്ത് വേണുഗാനം ചെയ്യുന്ന രീതിയിലാണ് എന്ന് ഭക്തന്മാർ അനുസ്മരിക്കുന്നു. രാധാസമേതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ 2 കൈയിൽ വേണുവിനെ എടുത്ത് അതിമനോഹരമായി വേണുഗാനം ചെയ്യുന്ന ആ രൂപമാണ് ഗോലോകത്ത് ഗോലോകനാഥനായിരിക്കുന്ന ഭഗവാൻ, ഗോവിന്ദനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാന്റെ വേണുഗാനത്തിന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ശ്രീശുഖബ്രഹ്മർഷിക്കത നിർത്താനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിലും ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും ഭഗവാന്റെ വേണുഗാനം കൊണ്ടാണ് ചലിക്കുന്നത് അല്ലേ. ചലിക്കാത്തതായ ഈ ലോകത്ത് ചലനം ഉണ്ടാവണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തീരുമാനിക്കണം. ഭഗവാൻ നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് കണ്ണുകൊണ്ട് ചലിക്കാൻ സാധിക്കുന്നത്. കാലുകൊണ്ടും കൈകളെ കൊണ്ടും ആ അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തിന് ഗോപസ്ത്രീകൾക്കത് വർണ്ണിച്ച് മതിയാവുന്നില്ല. ഗോപ്യ കൃഷ്ണേ വനം യാതേ തമനുദ്രുതചേതസ കൃഷ്ണലീലാ പ്രഗായന്ത്യോ നിന്നുർദുഃഖേന വാസരൻ. അരനിമിഷം പോലും ഭക്തന്മാർക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിൽ പോകുന്ന സമയത്ത് ഭഗവാൻ വേണുഗാനത്തിന് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഗോപസ്ത്രീകൾ പരസ്പരം അങ്ങനെ പറയാനായിട്ട് പുറപ്പെടുന്നു. വനത്തിൽ പോയിരിക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾക്കുണ്ടായ വിയോഗത്തെയാണ് അവർ വേണുഗാനമായി പിന്നെയും വർണ്ണിക്കുന്നത്. ചില ഗോപസ്ത്രീകൾക്കൊന്നും ഭഗവാന്റെ വേണുഗാനത്തിനെ, വൃന്ദാവനത്തിൽ കളിക്കുന്ന ഭഗവാന്റെ ആ വേണുഗാനത്തിനെ ആസ്വദിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അവരങ്ങനെ തൻ്റെ വീട്ടിലിരുന്ന് വേണുഗാനം ചെയ്യുന്ന ആ കൃഷ്ണനെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കാനായിട്ട് പുറപ്പെടും. വാമബാഹുകൃത വാമകപോലോ വൽഗിത ഭ്രുരധരാർപ്പിത വേണും കോമളാങ്കുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി എത്ര മുകുന്ദ. വാമ എന്നുള്ള പദത്തോടു കൂടിയിട്ടാണ് യുഗളഗീതം ആരംഭിക്കുന്നത്. ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് ഈ വേണുഗാനത്തിനെ വർണ്ണിക്കുന്നത്. വാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വൽഗു ശരീരം, ഭഗവാന്റെ അതിമനോഹര സൗന്ദര്യത്തിനെയാണ് വർണ്ണിക്കുന്നത്. അധരം മധുരം വദനം മധുരം മധുരാധിപതേ അഖിലം മധുരം. ഭഗവാന്റെ പാദത്തിനാണോ കൂടുതൽ മധുരം? ഭഗവാന്റെ കൈകൾക്കാണോ കൂടുതൽ മധുരം? ഭഗവാന്റെ ചുണ്ടിനാണോ കൂടുതൽ മധുരം? ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്തിനാണോ കൂടുതൽ മധുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് പറയാനായിട്ട് സാധിക്കില്ല. വാമം ഭഗവാന്റെ ആ സൗന്ദര്യം, സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം. ഭഗവാന്റെ ആ സൗന്ദര്യത്തിനെ എത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും ഭക്തന്മാർക്കിത് പിന്നെയും മതിയാവണില്ല. വാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയധികം സൗന്ദര്യം, വാമഭാഗം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ വാമബാഹു ഭഗവാന്റെ ആ അതിമനോഹരമായിരിക്കുന്ന സൗന്ദര്യത്തിനെ പറഞ്ഞുകൊണ്ടാണ് യുഗളഗീതം ആരംഭിക്കുന്നത്. മാത്രമല്ല ശ്രീശുഖബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യമായിട്ട്
ഉച്ചരിച്ച അക്ഷരം തന്നെ വ എന്നുള്ള അക്ഷരമാണ്. ദ്വിതീയ സ്കന്ധത്തിലാണ് ശ്രീശുഖബ്രഹ്മർഷി ആദ്യമായിട്ട് സംസാരിക്കാൻ പുറപ്പെടുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം, മരണം അടുത്തതായ ഒരാൾ ആരെയാണ് ഉപാസിക്കേണ്ടത്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രീശുഖബ്രഹ്മർഷിയുടെ നാവിലൂടെ വന്ന അക്ഷരം തന്നെ വരിയാൻ ഏഷ തേ പ്രശ്ന, വ എന്നുള്ള അക്ഷരത്തോട് കൂടിയിട്ടാണ് ശ്രീശുഖബ്രഹ്മർഷി ആരംഭിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഇവിടെ ഈ യുഗളഗീതവും വ എന്നുള്ള അക്ഷരത്തോട് കൂടിയിട്ടത് ആരംഭിക്കുന്നു. വാമ ബാഹു കൃത വാമകപോലോ, വാമബാഹു ഇടത്തെ കയ്യ് ഭഗവാൻ, ഇടത്തെ കയ്യ് ഭഗവാൻ തൻ്റെ ആ അതിമനോഹരമായ കപോലത്തിലേക്ക് കൂട്ടിവെച്ച് ഒന്ന് ഇടത് ഭാഗം ചെരിഞ്ഞ് നിൽക്കണം. ആ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനൊന്ന് മനസ്സിലേക്ക് ഓർത്തു നോക്കൂ. മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം പൂഞ്ചേലമാല, അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ സൗന്ദര്യം, തൃക്കാല് രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും ഇടത് ഭാഗത്തേക്ക് തൻ്റെ ശിരസ്സൊന്ന് ചായ്ച്ചു വെക്കുന്നതോടുകൂടി ഇടത്തെ കയ്യ് ഭഗവാൻ ആ കവിളിനോട് കൂട്ടിവെച്ച് നിൽക്കുന്ന നിഷ്കളങ്കമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു രൂപത്തിനെ, അതിനെയാണിതാ ഇപ്പോൾ ഗോപസ്ത്രീകൾക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നത്. വാമ കപോലവും, അതാണ് ഇടത്തെ കവിളിൽ ഇടത്തെ കൈയങ്ങനെ പതിപ്പിച്ച് വെക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാന്റെ കപോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യശോദാദേവി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കപോലത്തിനെ തന്നെ അങ്ങനെ മിനുസാക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കും. അമ്മമാർ തനിക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സൗന്ദര്യം കൂടണേ എന്ന് വിചാരിച്ച് കുട്ടികളുടെ കവിടെങ്ങനെ അല്ലേ തുടച്ചു മിന്നിച്ചു കവിൾ തടത്തിങ്കലൊരുമ്മ വെച്ചു, തുടച്ചു മിന്നിച്ചു കവിൾത്തടത്തിൽ ആ യശോദാദേവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഉണ്ണിയുടെ കവിളത്തടത്തിൽ ഉമ്മ വെച്ച് അത്രയും മനോഹരമായ മിനുസമുള്ളതായിരിക്കുന്ന ആ കവിളിനെ ഭഗവാൻ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കൃഷ്ണന് ചിലപ്പോൾ തൻ്റെ ആ അമ്മയെ, ആ യശോദാദേവിയെ ആയിരിക്കും ഓർമ്മ ഉണ്ടാവുക. അമ്മയെ ഓർത്തിട്ടാണോ ഭഗവാൻ, അമ്മയുടെ ആ സ്നേഹത്തിനെ ഓർത്തിട്ടാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്ന് ഇടത് ഭാഗം ചെരിഞ്ഞു നിൽക്കുന്നത് എന്ന് പോലും നമുക്കിതാ ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് ഇതാ തോന്നും. വാമബാഹുകൃത വാമകപോലോ വൽഗീതഭ്രുരധരാർപ്പിത വേണും, അധരാർപ്പിത വേണും. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ സാക്ഷാൽ മഹാദേവൻ തന്നെ ഭഗവാന്റെ കയ്യിലുള്ള വേണുവായിട്ട് അവതരിച്ചു. അപ്പം മഹാദേവനാകുന്ന വേണുവിനെ ഭഗവാൻ കയ്യിലേക്കെടുത്ത് അധരാർപ്പിത വേണും, ഭഗവാൻ ആ തൻ്റെ അധരത്തിനോട് വേണുവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപം. അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസ്യകർണേ മദ്ദശാം നന്ദസൂനോ. അധരമണി സമീപം, തൻ്റെ അധരത്തിനോട് ഭഗവാൻ തൻ്റെ വേണുവിനെ കൂട്ടിപ്പിടിച്ച് ഭഗവാന്റെ ആ അധരത്തിൽ നിന്നും ഒഴുകുന്നതായ ആ അമൃതിനെ പാനം ചെയ്യാൻ സാധിച്ച ആ വേണുവിൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. വേറെ ആർക്കാ ഇങ്ങനെ ഭഗവാന്റെ ആ ചുണ്ടനോട് കൂടി നിൽക്കാനായിട്ട് ഇതാ സാധിച്ചിട്ടുള്ളത്? ആ വേണുവിൻ്റെ ഒരു ഭാഗ്യം. ഭഗവത് ഭക്തന്മാരടക്കം തൻ്റെ സങ്കടങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള വേണുവിനോടാണ്, ആ ഓടക്കുഴലിനോടാണ് സങ്കടങ്ങളൊക്കെ ഭക്തന്മാരിതാ പറയും. അങ്ങനെ വേണുവിനെ വലത്തെ കൈയിലേക്കെടുത്ത് തൻ്റെ ചുണ്ടിനോട് കൂട്ടിപ്പിടിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപം. കോമളാങ്കുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി എത്ര മുകുന്ദ. ഭഗവാൻ മുകുന്ദനാണ്.
മുക്തിയെ പ്രദാനം ചെയ്യുന്നയാളാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ദശമസ്കന്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൽ വർണ്ണിക്കണു കഥിതോ വംശവിസ്താര. ഈ ഭാഗവതം മുഴുവനും വംശവിസ്താരമാണ്. വംശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളന്തണ്ട് അല്ലെ, വേണു, ഭഗവാന്റെ കയ്യിലുള്ള വേണുവിലുള്ള വിസ്താരമാണ്. വേണുവിലൂടെ ഭഗവാൻ നടത്തിയതായിരിക്കുന്ന ഈ ലീലകളാണ് കൃഷ്ണ കഥകളായിട്ടതാ വർണ്ണിക്കുന്നത്. അങ്ങനെ ഉള്ള സാക്ഷാൽ ഭഗവാന്റെ ആ അതിമനോഹരമായ രൂപം മുകുന്ദനാണ് ഭഗവാൻ. ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൈവല്യൈക പ്രയോജനം. കൈവല്യമാണ് ഭാഗവതത്തിൻ്റെ പ്രയോജനം എന്ന് വർണ്ണിക്കുന്നു. അങ്ങനെ കൈവല്യത്തിനെ പ്രദാനം ചെയ്യുന്ന, മുക്തിയെ പ്രദാനം ചെയ്യുന്ന മുകുന്ദനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ അതിമനോഹരമായിട്ട് ആ വേണുഗാനം ചെയ്യണു എന്ന് ഒരു ഗോപസ്ത്രീ പറയാനായിട്ട് പുറപ്പെടുമ്പോൾ മറ്റൊരു ഗോപസ്ത്രീ ഭഗവാന്റെ വേണുഗാനത്തിനെ മറ്റൊരു രീതിയിൽ വർണ്ണിക്കുന്നു. അതിനോട് തുടർച്ചയായിട്ട് വർണ്ണിക്കുന്നു. വ്യോമയാന വനിത സഹസിദ്ധൈഹി സിദ്ധന്മാരോട് കൂടിയിട്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായ വനിതകൾ, ദേവസ്ത്രീകൾ, വിസ്മിതാസ്തതുപധാര്യ സലജ്ജ, അവരോ എല്ലാവിധ ലജ്ജയെയും മറന്നുകൊണ്ട് കാമമാർഗണ സമർപ്പിത ചിത്താഹ, മന്മഥൻ്റെ ബാണങ്ങൾ കൊണ്ട് സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി, അപസ്മൃത നീവ്യ, അവരെങ്ങനെ തൻ്റെ ശരീരത്തിനെ മറന്ന് ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ ശരീരത്തിനെയൊക്കെ മറന്ന് തന്നിൽ നിന്ന് അഴിഞ്ഞു വീണതായിരിക്കുന്ന വസ്ത്രങ്ങളുടെ അടക്കം ആലോചിച്ച് നോക്കൂ. തൻ്റെ ഭർത്താക്കന്മാരടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇവർ തൻ്റെ ശരീരബോധത്തിനെ അവരിതാ മറന്നു. ഭഗവാന്റെ ആ വേണുഗാന സൗന്ദര്യത്തിനെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇഹലോക സൗകര്യങ്ങളെയൊക്കെ, ആ സൗന്ദര്യത്തിനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ അതാ മറക്കും. ഇതുവരെയുള്ളൂ ഈ ലോകത്തിനോടുള്ള ശ്രദ്ധ, കൃഷ്ണനെ കാണുന്നത് വരെയുള്ളൂ പറയും. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലേക്കുള്ള ശ്രദ്ധയൊക്കെ ഇങ്ങനെ അതൊക്കെ വേണ്ടാത്തതായിരുന്നു എന്നുള്ള ഭാവത്തിലേക്ക് നമുക്കിത് എത്തിച്ചേരാൻ സാധിക്കുന്നു. അതിമനോഹരമായി വേണുഗാനം ചെയ്യുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർത്തതോടുകൂടി കാമമാർഗണ സമർപ്പിത ചിത്ത കശ്മലം യയു അപസ്മൃത നീവ്യാം, തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയതായിരിക്കുന്ന വസ്ത്രങ്ങളടക്കം ഓർമ്മ വരാത്ത ആ ഗോപസ്ത്രീകൾ, ആലോചിച്ച് നോക്കൂ. എല്ലാത്തിനെയും മറക്കുക എന്നുണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതാണ് വസ്ത്രങ്ങൾ പറയും. ആ വസ്ത്രത്തിനടക്കം മറന്നു പോണൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണനേ ഉള്ളൂ ഈ ലോകത്ത്, ഭഗവാനേ ഉള്ളൂ ലോകത്ത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? എന്തിനാ വസ്ത്രം എന്ന് പറയുക? മറയ്ക്കുന്നതിനാണ് വസ്ത്രം എന്ന് പറയുക. എന്താ മറയ്ക്കണത്? ഈ ശരീരമാണ് തന്നെ മറയ്ക്കണത്. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ആനന്ദം നമുക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നില്ല. പരമമായിരിക്കുന്ന ആനന്ദം എപ്പോഴേ ഉണ്ടാവൂ? ശരീരത്തിനെ മറക്കണ സമയത്തേ ഉള്ളൂ. ഇങ്ങനെ പല രൂപത്തിൽ സാക്ഷാൽ ഭഗവാനെ ആ ഗോപസ്ത്രീകൾ അതാ വർണ്ണിക്കുന്നു. അതാണ് യുഗളഗീതമായിട്ട് പറഞ്ഞ് വരുന്നത്. ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ.